ഒരു 70 വയസ്സുള്ള മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. അയാൾക്ക് എവിടെയെങ്കിലും പോകേണ്ടതുകൊണ്ടല്ല, ആരെയെങ്കിലും കാത്തുനിൽക്കുന്നതുകൊണ്ടുമല്ല. അലാരങ്ങൾ, അവസാന തീയതികൾ, അടിയന്തര ഉത്തരവാദിത്തങ്ങൾ എന്നിവയുടെ പ്രായം അദ്ദേഹത്തെ വളരെക്കാലം മുമ്പേ കടന്നുപോയി. അദ്ദേഹം നിശബ്ദമായി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നു, സ്വയം ഒരു ചൂടുള്ള പാനീയമുണ്ടാക്കുന്നു, പതുക്കെ ജനലിനരികിലുള്ള തന്റെ പ്രിയപ്പെട്ട കസേരയിലേക്ക് നടക്കുന്നു. അവിടെ നിശബ്ദമായിരുന്നു ദിവസേന മുടക്കമില്ലാതെ കൃത്യം 15 മിനിറ്റ് സൂര്യോദയം കാണുന്നു. ഫോണില്ല, ടെലിവിഷനില്ല, അദ്ദേഹവും ആകാശവും മാത്രം. അയൽക്കാർ അദ്ദേഹം വിചിത്രനാണെന്ന് മന്ത്രിക്കുന്നു. കുടുംബം അദ്ദേഹത്തോട് യാത്ര ചെയ്യണമെന്നും വിശ്രമിക്കണമെന്നും വിരമിക്കൽ ശരിയായി ആസ്വദിക്കണമെന്നും പറയുന്നു. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല. ഈ മനുഷ്യൻ കണ്ടെത്തിയത് മിക്ക ആളുകളും അവരുടെ ജീവിതം മുഴുവൻ ചെലവഴിച്ച് ഒരിക്കലും യഥാർത്ഥത്തിൽ കണ്ടെത്താത്ത ഒരു ആഴമായ സത്യമാണ്, സമയത്തെക്കുറിച്ച് തന്നെ. നമ്മൾ സമയത്തെ ഒരു ഷെഡ്യൂൾ, ഒരു സംഖ്യ, ഒരു വിഭവം എന്നിങ്ങനെ കരുതുന്നു. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമയം പൂർണ്ണമായും മറ്റെന്തോ ആയി മാറിയിരിക്കുന്നു. വർഷങ്ങളുടെ നിശബ്ദ നിരീക്ഷണത്തിലൂടെ സമയവുമായി നാം ബന്ധപ്പെടുന്ന രീതി ആധുനിക ജീവിതത്തിലെ ഏറ്റവും വലിയ മിഥ്യാധാരണകളിലൊന്നാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ മിഥ്യാധാരണയ്ക്ക് പിന്നിൽ ഒരു മറഞ്ഞിരിക്കുന്ന ജ്ഞാനമുണ്ട്. കാളിയുങ് ഒരിക്കൽ വളരെ വ്യക്തമായി സ്പർശിച്ച ഒരു ജ്ഞാനം. നാം സാധാരണയായി മനസ്സിലാക്കുന്ന സമയം നാം കരുതുന്ന രീതിയിൽ യഥാർത്ഥമല്ല എന്നതാണ്. മനുഷ്യർ സമയം അനുഭവിക്കുന്ന രീതിയിൽ ഒരു വിരോധാഭാസമുണ്ട്. ബാല്യത്തിലും യൗവനത്തിന്റെ തുടക്കത്തിലും നമുക്ക് തിടുക്കമാണ്. നമുക്ക് വളരണം, മുന്നോട്ട് കുതിക്കണം, അടുത്ത നാഴികക്കല്ലിൽ എത്തിച്ചേരണം, സ്കൂൾ കഴിയണം, ജോലി കിട്ടണം, പ്രണയം കണ്ടെത്തണം, വാരാന്ത്യം വരണം എന്നൊക്കെ നാം സ്വപ്നം കാണുന്നു. എന്നാൽ പിന്നീടെന്തോ വിചിത്രം സംഭവിക്കുന്നു, പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ തന്നെ. ഏതോ ഘട്ടത്തിൽ സമയം പതുക്കെയാക്കാൻ നാം അപേക്ഷിക്കാൻ തുടങ്ങുന്നു. ഒരിക്കൽ നാം ഇല്ലാതാകാൻ ആഗ്രഹിച്ച നിമിഷങ്ങളെ നാം മിസ് ചെയ്യാൻ തുടങ്ങുന്നു. ആ മാറ്റം ഗൃഹാതുരത്വമോ പ്രായമാകുന്നതിന്റെ പ്രശ്നമോ അല്ല, അത് വളരെ ആഴത്തിലുള്ള ഒന്നാണ്. അത് ആത്മാവിന്റെ ഉണർവാണ്. ഈ മാറ്റം യാദൃശ്ചികമല്ലെന്ന് ക്യോങ് പറയും. ഇതൊരു വലിയ ആന്തരിക പ്രക്രിയയുടെ ഭാഗമാണ്, ബോധത്തിന്റെ ഉണർവ്. നാം ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മെ ഭരിക്കുന്നത് അഹങ്കാരവും അതിന്റെ അനന്തമായ അന്വേഷണവുമാണ്. എന്നാൽ ഒടുവിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നാം വട്ടങ്ങളിൽ ഓടുകയായിരുന്നുവെന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും. നമ്മൾ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞ ജീവിതം നമുക്ക് ശരിക്കും ആവശ്യമുള്ള ജീവിതമായിരിക്കില്ല എന്നും. അവിടെയാണ് സമയം വ്യത്യസ്തമായി അനുഭവപ്പെടാൻ തുടങ്ങുന്നത്. നമ്മുടെ സംസ്കാരം സമയത്തെ കീഴടക്കാൻ നമ്മോട് പറയുന്നു. കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളവരും കൂടുതൽ കാര്യക്ഷമരും കൂടുതൽ സംഘടിതരുമാകാൻ. നാം സമയ മാനേജ്മെന്റിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു. ഓരോ മിനിറ്റും ഒപ്റ്റിമൈസ് ചെയ്യാൻ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നു. നമ്മുടെ ദിവസങ്ങൾ സെക്കൻഡ് കൃത്യതയോടെ ആസൂത്രണം ചെയ്യുന്നു. നാം സമയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അത് കറൻസി പോലെയാണ്. അത് സംരക്ഷിക്കുക, പാഴാക്കുക, നിക്ഷേപിക്കുക. എന്നാൽ യുങ് ഇതെല്ലാം മനസ്സിലാക്കി. നമുക്ക് സമയം വളരെ കുറവാണെന്നതല്ല യഥാർത്ഥ പ്രതിസന്ധി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പകരം സമയം ശരിക്കും എന്താണെന്നുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് പ്രതിസന്ധി. കാരണം സമയം ഒരു ക്ലോക്കല്ല, അതൊരു വാച്ചിന്റെ ടിക്കിങ്ങോ ആകാശത്തുകൂടിയുള്ള സൂര്യന്റെ ചലനമോ അല്ല. സമയമെന്നത് നിങ്ങളുടെ അവബോധമാണ്, നിങ്ങളുടെ സാന്നിധ്യമാണ്, ഇവിടെ പൂർണ്ണമായി ഉണ്ടായിരിക്കാനുള്ള നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ, ശരിക്കും ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങൾ എന്തോ ആകർഷകമായ കാര്യം ശ്രദ്ധിക്കും. സമയം നീളുന്നു, അത് ചുരുങ്ങുന്നു. നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയെ ആശ്രയിച്ച് അത് വ്യത്യസ്തമായി ഒഴുകുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളോടൊപ്പമായിരിക്കുമ്പോൾ 1 മണിക്കൂർ പുക പോലെ അപ്രത്യക്ഷമാകും. നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്ത് കുടുങ്ങിയിരിക്കുമ്പോൾ അതേ മണിക്കൂർ അനന്തമായി തോന്നാം. നിങ്ങൾ ആഴത്തിൽ സന്നിഹിതരാണെങ്കിൽ ഒരു വാരാന്ത്യം ഒരു ജന്മം പോലെ തോന്നാം. നിങ്ങൾ വെറുതെ ചലനങ്ങളിലൂടെ കടന്നുപോകുകയാണെങ്കിൽ 1 വർഷം ഒരു മങ്ങലിൽ അപ്രത്യക്ഷമാകും. സമയത്തിന്റെ ഈ പ്രതിരോധശേഷി തലച്ചോറിന്റെ ഒരു തന്ത്രമല്ല, അതൊരു സൂചനയാണ്. യഥാർത്ഥ സമയം, ജീവിച്ച സമയം, നാം കരുതുന്ന നിയമങ്ങൾ പാലിക്കുന്നില്ലെന്ന് അത് നമ്മോട് പറയുന്നു. അത് ആത്മാവിന്റെ താളം പിന്തുടരുന്നു. ഇത് സങ്കൽപ്പിക്കുക, 2 ആളുകൾ, രണ്ടും 40 വയസ്സ്. ഒരാൾ ഓരോ ദിവസവും ഉണർന്ന് പൂർണ്ണമായി ഏർപ്പെട്ട് തങ്ങളുടെ ഊർജം എവിടെ വിന്യസിക്കണമെന്ന് തിരഞ്ഞെടുത്ത് ജീവിച്ചു. മറ്റേയാൾ ദശാബ്ദങ്ങളിലൂടെ ഒഴുകിപ്പോയി, പ്രതീക്ഷിച്ചത് ചെയ്തു, തങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചു, ഒരിക്കൽ എന്നതിനായി കാത്തിരുന്നു. കാലഗണന പ്രകാരം അവർ ഒരേ പ്രായക്കാരാണ്, പക്ഷേ ജീവിച്ച അനുഭവത്തിൽ അവർ ലോകങ്ങളകലെയാണ്. എല്ലാ വർഷങ്ങളും തുല്യമല്ലെന്ന് യുങ് വിശ്വസിച്ചു. ബോധപൂർവമായ ജീവിതത്തിന്റെ 1 വർഷം ജീവിതത്തിലൂടെ ഉറക്കത്തിൽ നടക്കുന്നതിന്റെ 10 വർഷത്തേക്കാൾ വിലപ്പെട്ടതാണ്. നിങ്ങൾ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല വ്യത്യാസം, നിങ്ങളുടെ സ്വന്തം നിലനിൽപ്പിൽ നിങ്ങൾ എത്ര ആഴത്തിൽ പങ്കെടുത്തു എന്നതിലാണ്. നിങ്ങൾ എത്രത്തോളം സന്നിഹിതരായിരുന്നു എന്നതിലാണ്.
എത്ര നിമിഷങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആസ്വദിച്ചു, അനുഭവിച്ചു, വസിച്ചു എന്നതിലാണ്. അതുകൊണ്ടാണ് ജനലിനരികിലെ മനുഷ്യൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നത്. അയാൾക്ക് വേണ്ടതുകൊണ്ടല്ല, പക്ഷേ ജീവിതത്തെ അതിന്റെ ഏറ്റവും പരുക്കൻ, ഏറ്റവും മരിച്ചെടുക്കാത്ത രൂപത്തിൽ സാക്ഷ്യപ്പെടുത്താൻ അയാൾ ആഗ്രഹിക്കുന്നു. ആ 15 മിനിറ്റിനുള്ളിൽ ആകാശം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറുന്നത് കാണുമ്പോൾ അദ്ദേഹം എന്തോ ശുദ്ധവും എന്തോ പവിത്രവും അനുഭവിക്കുന്നു. അദ്ദേഹം സമയം കടന്നുപോകുന്നത് കാണുന്നില്ല, അവനതിനെ അഭിമുഖീകരിക്കുകയാണ്. നാം ഈ രീതിയിൽ സമയത്തെ സമീപിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം മാറുന്നു. നിരന്തരം ഉൽപ്പാദനക്ഷമതയുള്ളവരായിരിക്കാനുള്ള സമ്മർദ്ദം മങ്ങുന്നു. ഭാവിയിലുള്ള അമിതമായ ശ്രദ്ധ മൃദുവാകുന്നു. മറ്റെവിടെയെങ്കിലും എത്തിച്ചേരാൻ വേണ്ടി നാം വർത്തമാനത്തിലൂടെ തിടുക്കപ്പെടുന്നില്ല. ജീവിതം പിന്നീട് സംഭവിക്കുന്നതല്ലെന്ന് നാം മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അതിപ്പോൾ സംഭവിക്കുകയാണ്. നാം സന്നിഹിതരല്ലാത്ത ഓരോ നിമിഷവും എന്നേക്കുമായി നഷ്ടപ്പെട്ട ഒരു നിമിഷമാണ്. അതിനാൽ താൽക്കാലികമായി നിർത്തുക, ശ്വസിക്കുക. സമയവുമായുള്ള നിങ്ങളുടെ സ്വന്തം ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ദിവസത്തിൽ എത്രത്തോളം യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നു, വെറുതെ കടന്നുപോകുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾക്കൊപ്പം, നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്കൊപ്പം, നിങ്ങളുടെ ജനലിക്ക് പുറത്തുള്ള ആകാശത്തിനൊപ്പം എത്ര തവണ നിങ്ങൾ സന്നിഹിതരാണ്? സൂര്യോദയം കാണുന്ന മനുഷ്യൻ ആധുനിക ജീവിതം കുഴിച്ചിട്ട ഒരു താളം കണ്ടെത്തി. ഒരുപക്ഷെ നമ്മൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ചെവികൊണ്ടല്ല, ഹൃദയം കൊണ്ട് നമുക്കും അത് കണ്ടെത്താൻ കഴിയും. കൂടുതൽ ചെയ്യുന്നതിലൂടെയല്ല, മറിച്ച് കൂടുതലായിരിക്കുന്നതിലൂടെ, കൂടുതൽ അവബോധമുള്ളവരായി, കൂടുതൽ തുറന്നവരായി, കൂടുതൽ ജീവനുള്ളവരായി. കാരണം ഒടുവിൽ സമയം നമുക്ക് പുറത്തുള്ള ഒന്നല്ല, അത് നാം ആയിത്തീരുന്ന ഒന്നാണ്. നിങ്ങൾക്കെപ്പോഴാണ് സമയം പതുക്കെയാകുന്നതായി തോന്നുന്നത്? എപ്പോഴാണ് അത് വേഗത്തിലാകുന്നത്? ഈ നിമിഷങ്ങൾ സത്യസന്ധമായി നിരീക്ഷിക്കുമ്പോൾ എന്ത് മാതൃകകളാണ് ഉയർന്നുവരുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ആഴത്തിലുള്ള എന്തോ ഒന്ന് വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ യഥാർത്ഥ മൂല്യങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് അവകാശപ്പെടുന്നവയല്ല, മറിച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവ. നമുക്ക് ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി യോജിക്കുമ്പോൾ സമയം വികസിക്കുന്നു. നമ്മുടെ യഥാർത്ഥ ഉദ്ദേശ്യവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ അത് ചുരുങ്ങുന്നു. ആധുനിക സമൂഹം സമയവുമായി വളരെ രൂക്ഷമായി വളച്ചൊടിച്ച ബന്ധം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കാൾ യൂങ് തീർച്ചയായും അത് അസംബന്ധമായി കാണും. ഒരേ സമയം കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സമയത്തെ പെരുക്കാൻ കഴിയും എന്ന മിഥ്യയിലാണ് നാം ജീവിക്കുന്നത്. കൂടുതൽ കാര്യക്ഷമരാകുന്നതിലൂടെ നമുക്കത് ലാഭിക്കാൻ കഴിയും. അല്ലെങ്കിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നതിലൂടെയോ വേഗത്തിൽ നീങ്ങുന്നതിലൂടെയോ നമുക്കത് വീണ്ടെടുക്കാൻ കഴിയും. എന്നാൽ ഈ ചിന്താരീതി ജീവനോടെ ഇരിക്കുക എന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് വരുന്നത്. സമയത്തെ നാം ഒരു എഞ്ചിനീയറിംഗ് പ്രശ്നമായി കൈകാര്യം ചെയ്യുന്നു. നിയന്ത്രിക്കാനോ ഒപ്റ്റിമൈസ് ചെയ്യാനോ ഉള്ള ഒന്നായി. നിലനിൽപ്പ് അനുഭവിക്കുന്ന മാധ്യമമായി അതിനെ തിരിച്ചറിയുന്നില്ല. സ്നേഹത്തെ ഒപ്റ്റിമൈസ് ചെയ്യാനോ സൗന്ദര്യത്തെ മാനേജ് ചെയ്യാനോ ശ്രമിക്കുന്നതുപോലെയാണിത്. ഫോർമുലകളിൽ ഉൾപ്പെടുത്തുന്നതിനെ ചെറുക്കുന്ന കാര്യങ്ങളാണിവ. ആ ആശയക്കുഴപ്പം കാരണം പലരും അവരുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ എത്തിച്ചേരുന്നത് അതികാര്യക്ഷമരായിട്ടും ആഴത്തിൽ നിറവേറ്റപ്പെടാതെയുമാണ്. അവർ സമയം നേടി, പക്ഷേ അർത്ഥം നഷ്ടപ്പെടുത്തി. അവർ മാർഗങ്ങൾ പൂർണ്ണതയിലെത്തിച്ചു, പക്ഷേ ലക്ഷ്യങ്ങൾ മറന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള താളം, നിങ്ങൾ എല്ലാ ദിവസവും കേൾക്കുന്ന സംഭാഷണങ്ങൾ ശ്രദ്ധാപൂർവം നോക്കൂ. എത്രയെണ്ണം തിരക്കിലായിരിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് കറങ്ങുന്നത്? ബിസി എന്ന വാക്ക് എത്ര പേർ പ്രാധാന്യമോ മൂല്യമോ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു? ബിസി ഈസ് ഈക്വൽ ടു വേർത്തി എന്ന ഈ ആധുനിക സമവാക്യം നമ്മുടെ കാലത്തെ ഏറ്റവും ചെലവേറിയ ആശയക്കുഴപ്പങ്ങളിലൊന്നാണ്. സ്വീകരിക്കാൻ ഏറ്റവും പ്രയാസമുള്ള സത്യം, നമ്മളിൽ പലരും നമ്മുടെ സമയം നിറയ്ക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് യഥാർത്ഥ മൂല്യമുള്ളതുകൊണ്ടല്ല, മറിച്ച് നിശബ്ദതയെ, ശൂന്യതയെ, വർത്തമാന നിമിഷത്തിൽ നമ്മെ തന്നെ കണ്ടുമുട്ടുമ്പോൾ അനുഭവപ്പെടുന്ന തലകറക്കത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് നമുക്കറിയാത്തതുകൊണ്ടാണ് എന്നതാണ്. കാൾ യുങ് ഇതിനെക്കുറിച്ച് വ്യക്തമായി സംസാരിച്ചു. സമയമല്ലാതെ മറ്റൊന്നും ശരിക്കും നമ്മുടേതല്ല. എന്നിട്ടും അതാണ് നാം ഭയാനകമായ വേഗതയിൽ മറ്റുള്ളവർക്ക് കൈമാറുന്നത്. നമ്മുടെ അതിരുകളെ ബഹുമാനിക്കാത്ത ബോസുകൾക്കും ശൂന്യമായ സാമൂഹിക ബാധ്യതകൾക്കും നമ്മെ മരവിപ്പിക്കുന്ന ശ്രദ്ധ തെറ്റിക്കലുകൾക്കും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾക്കും നാം അത് കൊടുക്കുന്നു. അത് നമ്മുടെ മനുഷ്യാവസ്ഥയെക്കുറിച്ച് വളരെയധികം പറയുന്നു. എങ്ങനെ ജീവിക്കണമെന്ന് ബോധപൂർവം തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്തത്തേക്കാൾ അമിതഭാരം വഹിക്കുന്നതിന്റെ സമ്മർദ്ദമാണ് നാം ഇഷ്ടപ്പെടുന്നത്. സമയമില്ല എന്ന് പരാതിപ്പെടുന്നതാണ് നമുക്കിഷ്ടം, യഥാർത്ഥ ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ. എനിക്ക് സമയം എന്തിനുവേണ്ടിയാണ് വേണ്ടത്? കാരണം അവിടെയാണ് എല്ലാം ആരംഭിക്കുന്നത്. അവിടെയാണ് സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ യാഥാർത്ഥ്യമാകുന്നത്. സമയം നമുക്കുള്ള ഒന്നല്ല, അത് നാം ആയിരിക്കുന്ന ഒന്നാണ്. അത് ഒരു സ്വത്തല്ല, അത് നമ്മുടെ നിലനിൽപ്പിന്റെ രീതി തന്നെയാണ്. നാം സമയത്തെ മൂർത്തീകരിക്കുന്നു. ബോധം നിമിഷം തോറും വികസിക്കുന്നു. ഓരോ നിമിഷത്തിലും ജീവൻ ശ്വസിക്കുന്നു.
നാം ഇത് ശരിക്കും ഗ്രഹിക്കുമ്പോൾ അത് നാം ലോകത്തിൽ വസിക്കുന്ന രീതിയെ മാറ്റുന്നു. ഓരോ നിമിഷവും നാം ബോധപൂർവം ആരായിരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരമായി മാറുന്നു. എനിക്കും സമയത്തിനുമിടയിൽ യാതൊരു അകലവുമില്ല. ഇപ്പോൾ പ്രകടമാകുന്ന ശുദ്ധമായ സാന്നിധ്യം മാത്രമാണുള്ളത്. കാൾ യുങ് ഇത് ആഴത്തിൽ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഒരു സമ്പൂർണ്ണ ജീവിതത്തിന്റെ സാധ്യത ഉൾക്കൊള്ളുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചത്. ഒരു കാവ്യാത്മക രൂപകമായിട്ടല്ല, ജീവിച്ച യാഥാർത്ഥ്യമായിട്ടാണ്. ഓരോ ദിവസത്തിലും ജനനം, വളർച്ച, പൂർണ്ണത, മരണം എന്നിവ അടങ്ങിയിരിക്കുന്നു. നാം അത് പൂർണ്ണ അവബോധത്തോടെ ജീവിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഒരു മുഴുവൻ അസ്തിത്വമാകാം. ഇത് മനസ്സിലാക്കുന്ന ആളുകൾ അവരുടെ സന്തോഷമോ സ്നേഹമോ സ്വപ്നങ്ങളോ മാറ്റിവെക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ സമയത്തിനായി അവർ കാത്തിരിക്കുന്നില്ല. പ്രവർത്തിക്കാനുള്ള നിമിഷം ഇതാണ്, ഇപ്പോൾ തന്നെ എന്നവർ മനസ്സിലാക്കുന്നു. ഈ സംഭാഷണം, ഈ തീരുമാനം, ഈ ശ്വാസം, ഇവിടെയാണ് ജീവിതം പൂർണ്ണമായി സംഭവിക്കുന്നത്. ചിന്തിക്കാനൊരു നിമിഷമെടുക്കുക. ശരിയായ സമയത്തിനായി കാത്തിരുന്ന് എത്ര തവണ നിങ്ങൾ അർത്ഥവത്തായ അനുഭവങ്ങൾ മാറ്റിവെച്ചു? ഞാനിത് പൂർത്തിയാക്കുമ്പോൾ, എനിക്ക് കൂടുതൽ സമയം ലഭിക്കുമ്പോൾ, കുട്ടികൾ വളരുമ്പോൾ, ഞാൻ വിരമിക്കുമ്പോൾ എന്ന് എത്ര തവണ നിങ്ങൾ പറഞ്ഞു? ഈ എപ്പോഴെല്ലാം ഒരു പൊതുമിഥ്യയുടെ ഭാഗമാണ്. നമുക്ക് ശരിക്കും ജീവിക്കാൻ അനുവാദം ലഭിക്കുന്ന ഒരു തികഞ്ഞ ഭാവി വരുമെന്നുള്ള വിശ്വാസം. എന്നാൽ സത്യം എത്ര വേദനജനകമാണെങ്കിലും ഈ തികഞ്ഞ ഭാവി ഒരിക്കലും വരുന്നില്ല എന്നതാണ്. കാത്തിരിക്കാൻ എപ്പോഴും പുതിയ ഒഴികഴിവുകളുണ്ടാകും. അതേസമയം ജീവിതം, നമുക്ക് ലഭിക്കുന്ന ഏക ജീവിതം, നാം അവഗണിക്കുന്ന വർത്തമാനത്തിൽ തന്നെ നമ്മുടെ വിരലുകൾക്കിടയിലൂടെ വഴുതി പോകുന്നു. നിർത്തി. നിങ്ങളിതെല്ലാം എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് നോക്കൂ. അർത്ഥപൂർണമായ ജീവിതത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ മാറ്റിവെക്കുന്നത്? ഏതൊക്കെ പ്രധാനപ്പെട്ട സംഭാഷണങ്ങളാണ് നിങ്ങൾ ഒഴിവാക്കുന്നത്? ഏതൊക്കെ അനുഭവങ്ങളാണ് നിങ്ങൾ ഒരിക്കൽ എന്നതിനായി സംരക്ഷിക്കുന്നത്? സമയത്തെ ശരിക്കും മനസ്സിലാക്കുന്നത് നമ്മുടെ കാലതാമസങ്ങളെ ഇല്ലാതാക്കുന്നില്ല, കാരണം നാം പ്രേരകങ്ങളായി മാറുന്നു. മറിച്ച് കൂടുതൽ ആഴമുള്ള ഒന്ന് നാം തിരിച്ചറിയുന്നതുകൊണ്ടാണ്. വർത്തമാനം മാത്രമാണ് ജീവിതം ശരിക്കും അനാവരണം ചെയ്യുന്ന സ്ഥലം. കാൾ യുങ്ങിന്റെ അഭിപ്രായത്തിൽ സമയവുമായുള്ള നമ്മുടെ ബന്ധത്തെ പരിവർത്തനം ചെയ്യുന്നതിന് സങ്കീർണമായ രീതികളോ സങ്കീർണമായ സാങ്കേതികതകളോ ആവശ്യമില്ല. അതാവശ്യപ്പെടുന്നത് അവബോധത്തിലെ ഒരു സാമൂലമായ മാറ്റമാണ്. അളവനുസരിച്ച് ജീവിതത്തെ അളക്കുന്നതിൽ നിന്ന് ഗുണമേന്മയനുസരിച്ച് ജീവിക്കുന്നതിലേക്കുള്ള ഒരു നീക്കം. കാര്യക്ഷമതയോടുള്ള അമിതമായ താൽപ്പര്യത്തെ സാന്നിധ്യത്തിനായുള്ള ആധികാരിക അന്വേഷണം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കണം. നിരന്തരമായ പ്രവർത്തനത്തെ ഉദ്ദേശത്തിന്റെ വ്യക്തമായ ബോധത്തിലേക്ക് മാറ്റണം. യുങ് താൽക്കാലിക അവബോധം, ടെമ്പോറൽ അവയർനെസ് എന്ന് വിളിക്കുന്നത് വികസിപ്പിക്കുക എന്നതാണ് ആദ്യപടി. നാം നമ്മുടെ ജീവിതം നിമിഷം തോറും എങ്ങനെ നിക്ഷേപിക്കുന്നു എന്ന് സത്യസന്ധമായും വ്യക്തമായും നിരീക്ഷിക്കാനുള്ള കഴിവ്. നാം ചെയ്യുന്ന എല്ലാത്തിനെയും വിധിക്കുക എന്നതല്ല ഇത്. നമ്മുടെ ഊർജം എവിടേക്ക് പോകുന്നു, എന്തുകൊണ്ട് എന്നതിൽ ആഴത്തിൽ ശ്രദ്ധിക്കാൻ പഠിക്കുക എന്നതാണ്. എല്ലാം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ലളിതവും എന്നാൽ ശക്തവുമായ ഒരു പരിശീലനമുണ്ട്. ഏതെങ്കിലും പ്രവർത്തനത്തിന് പ്രതിജ്ഞാബദ്ധമാകുന്നതിനു മുമ്പ് താൽക്കാലികമായി നിർത്തി സ്വയം ഒരു മൂർത്തമായ ചോദ്യം ചോദിക്കുക. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗത്തിന് അർഹമാണോ? ഇതിനെനിക്ക് സമയമുണ്ടോ എന്നല്ല. യഥാർത്ഥ ചോദ്യം ഇതെന്റെ അസ്തിത്വത്തിന്റെ ഒരു ശകലത്തിന് വിലപ്പെട്ടതാണോ എന്നതാണ്. ആ രണ്ട് ചോദ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ആദ്യത്തേത് സമയത്തെ മാനേജ് ചെയ്യേണ്ട പണം പോലെ ബാഹ്യമായ ഒന്നായി കണക്കാക്കുന്നു. രണ്ടാമത്തേത് സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതമെന്നും ഓരോ പ്രതിബദ്ധതയും നിങ്ങളുടെ കഥ എങ്ങനെ അനാവരണം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു അസ്തിത്വപരമായ തീരുമാനമാണെന്നും തിരിച്ചറിയുന്നു. ഈ വീക്ഷണകോണിൽ നിന്ന് ശീലമോ സാമൂഹിക സമ്മർദ്ദമോ കൊണ്ട് നാം ചെയ്യുന്ന പല കാര്യങ്ങളും അവയുടെ അർത്ഥം നഷ്ടപ്പെടുന്നു. ഗൗരവമായി, ആ മീറ്റിംഗിന് നിങ്ങളുടെ ബോധപൂർവമായ സാന്നിധ്യം ശരിക്കും ആവശ്യമുണ്ടോ? ഓരോ രാത്രിയും നിങ്ങൾ ഓട്ടോ പൈലറ്റിൽ കാണുന്ന ആ ഷോ നിങ്ങളുടെ ജീവനോടെ ഇരിക്കുന്ന അനുഭവത്തെ സമ്പന്നമാക്കുന്നുണ്ടോ? ആ പഴയ സംഭാഷണം നിങ്ങളുടെ അസ്തിത്വത്തിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നുണ്ടോ? ഓർക്കുക, ഇതെല്ലാ സുഖങ്ങളും മനുഷ്യബന്ധങ്ങളും ഉപേക്ഷിക്കുന്ന ഒരു സന്യാസിയാകുന്നതിനെക്കുറിച്ചല്ല, വ്യക്തതയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ശരിക്കും പ്രധാനപ്പെട്ടതെന്താണെന്നറിയുന്ന ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾക്കുള്ള ഏറ്റവും വിലയേറിയ കറൻസിയായ നിങ്ങളുടെ സാന്നിധ്യം എങ്ങനെ നിക്ഷേപിക്കണമെന്ന് ബോധപൂർവം തീരുമാനിക്കുക. രണ്ടാമത്തെ അത്യാവശ്യ വശം വർത്തമാന നിമിഷത്തിൽ പൂർണ്ണമായി വസിക്കാൻ പഠിക്കുക എന്നതാണ്. നിങ്ങൾ ഏത് പ്രവർത്തനമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നത് പ്രശ്നമല്ല. പാത്രങ്ങൾ കഴുകാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക. ഒരു സുഹൃത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് മറ്റെവിടെയും ഇല്ലെന്നുറപ്പാക്കുക. നിങ്ങളൊരു പ്രോജക്റ്റിൽ ജോലി ചെയ്യുകയാണെങ്കിൽ
നിങ്ങളുടെ ഇടപഴകൽ പൂർണ്ണമായിരിക്കട്ടെ. കാരണം നാം പൂർണ്ണമായും സന്നിഹിതരായിരിക്കുമ്പോൾ ഏറ്റവും നിസ്സാരമായ ജോലികൾ പോലും രൂപാന്തരപ്പെടുന്നു. നാം ചെയ്യുന്നതുകൊണ്ടല്ല, മറിച്ച് നാം ആ നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്ന അവബോധത്തിന്റെ ഗുണമേന്മ കൊണ്ടാണ്. ആരെങ്കിലും ഇത് ശരിക്കും മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതം നിശബ്ദമായി എന്നാൽ സമൂലമായി മാറാൻ തുടങ്ങുന്നു. രസകരമായ കാര്യം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റിയേക്കില്ല എന്നതാണ്. അവർക്ക് അതേ ജോലി, അതേ ബന്ധങ്ങൾ, അതേ ഉത്തരവാദിത്തങ്ങൾ നിലനിർത്താം. പക്ഷേ അവ ജീവിക്കുന്ന രീതിയിൽ എന്തോ ആഴമായ ഒന്ന് രൂപാന്തരപ്പെടുന്നു. ഒന്നാമതായി, സമയം മതിയാകാത്ത ആ വിട്ടുമാറാത്ത വികാരം അപ്രത്യക്ഷമാകുന്നു. ഒരു ദിവസത്തിൽ അവർക്ക് മാന്ത്രികമായി കൂടുതൽ മണിക്കൂറുകൾ ലഭിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് ഓരോ മണിക്കൂറും ഇത്ര തീവ്രമായി ജീവിക്കുന്നതിനാൽ അത് മതിയാകുമെന്നതുകൊണ്ടാണ്. ഈ നിമിഷം പൂർണ്ണമായി ജീവിക്കാൻ നമുക്കെപ്പോഴും കൃത്യമായ ആവശ്യമുള്ള സമയമുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ സമയത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ അലിഞ്ഞുചേരുന്നു. രണ്ടാമതായി, നമ്മുടെ തീരുമാനങ്ങൾ വളരെ വ്യക്തമാകുന്നു. എല്ലാ തിരഞ്ഞെടുപ്പും ഇതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗത്തിന് അർഹമാണോ എന്ന ചോദ്യത്തിലൂടെ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുൻഗണനകൾ സ്വാഭാവികമായി പുനഃക്രമീകരിക്കപ്പെടുന്നു. ഉപരിപ്ലവമായത് പ്രയത്നമില്ലാതെ തന്നെ വീണുപോകുന്നു. ശരിക്കും പ്രധാനപ്പെട്ടത് പരലുപൊരുവെ വ്യക്തമാകുന്നു. മൂന്നാമതായി, നമ്മുടെ ബന്ധങ്ങൾ അവിശ്വസനീയമാം വിധം ആഴമടയുന്നു. കാരണം നാം മറ്റുള്ളവരോടൊപ്പം ആധികാരികമായി സന്നിഹിതരായിരിക്കുമ്പോൾ, മാനസികമായി ഭൂതകാലത്തിൽ കുടുങ്ങാതെയോ ഭാവിയെ പ്രതീക്ഷിക്കാതെയോ ഇരിക്കുമ്പോൾ രൂപാന്തരപ്പെടുന്ന ഒരു തരം ബന്ധം ഉയർന്നുവരുന്നു. മറ്റുള്ളവർക്കത് അനുഭവപ്പെടുന്നു. അവർ നമ്മുടെ ശ്രദ്ധ തിരിച്ചറിയുകയും കൂടുതൽ ആധികാരികതയോടും തുറവിയോടും പ്രതികരിക്കുകയും ചെയ്യുന്നു. അവസാനമായി, ബാഹ്യമായ ഒന്നിനെയും ആശ്രയിക്കാത്ത ഒരു സമാധാനമുണ്ടാകുന്നു. നാം ആധികാരികമായി ജീവിക്കുന്നുവെന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്നില്ലെന്നും നാം ജീവിക്കുന്ന ഓരോ ദിവസവും സമ്പൂർണ്ണതയുടെ യഥാർത്ഥ സാധ്യത ഉൾക്കൊള്ളുന്നുവെന്നും അറിയുന്നതിൽ നിന്ന് വരുന്ന സമാധാനം. ഈ പരിവർത്തനം ജീവിതത്തിലെ വെല്ലുവിളികളെ ഇല്ലാതാക്കുന്നില്ല, പക്ഷേ അവയുമായി ബന്ധപ്പെടുന്ന രീതിയെ അത് ആഴത്തിൽ മാറ്റുന്നു. പ്രശ്നങ്ങൾ ഇപ്പോഴും വരും, ഉത്തരവാദിത്തങ്ങൾ ഇപ്പോഴും നിലനിൽക്കും, ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉയർന്നുവരും. പക്ഷേ നാം ഇനി സമയത്തിന്റെ ഉത്കണ്ഠയോടെ പ്രതികരിക്കുന്നില്ല. നാം സാന്നിധ്യത്തിൽ നിന്ന്, കേന്ദ്രീകൃതമായ ശാന്തതയുടെ ഒരു സ്ഥലത്ത് നിന്ന് പ്രതികരിക്കുന്നു. ഇപ്പോൾ സങ്കൽപ്പിക്കുക, അത്തരത്തിലുള്ള താൽക്കാലിക അവബോധത്തോടെ ഓരോ ദിവസവും ജീവിക്കുന്നതെങ്ങനെയായിരിക്കും? ചെയ്യാനുള്ളതെല്ലാം ചെയ്യേണ്ടതിന്റെ പരിഭ്രാന്തിയോടെയല്ല, മറിച്ച് എന്റെ ജീവിതം ഇന്നെങ്ങനെ നിക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യവുമായി ഓരോ രാവിലെയും ഉണരുന്നത്. ഓരോ സംഭാഷണവും അടുത്ത കാര്യത്തിലേക്ക് പോകുന്നതിനു മുമ്പ് കടന്നു പോകേണ്ട ഒന്നല്ല, മറിച്ച് യഥാർത്ഥ ബന്ധത്തിനുള്ള അവസരമായി മാറുന്നത്. പ്രതിഫലിപ്പിക്കുക. അങ്ങനെ ജീവിച്ചിട്ട് അവസാനമായി എപ്പോഴാണ് സമയം സമൃദ്ധമായി തോന്നിയത്? എപ്പോഴാണ്? കൂടുതൽ മണിക്കൂറുകൾ ഉണ്ടായിരുന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ജീവിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായി ഏർപ്പെട്ടിരുന്നതുകൊണ്ടാണ്. ആ നിമിഷങ്ങൾ അപകടങ്ങളായിരുന്നില്ല. സമയത്തിന്റെ യഥാർത്ഥ മൂല്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജീവിതം എങ്ങനെയായിരിക്കുമെന്നതിന്റെ കാഴ്ചകളായിരുന്നു അവ. ഈ മുഴുവൻ യാത്രയിലും നാം സമയ മാനേജ്മെന്റിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. നാം പര്യവേഷണം ചെയ്തത് അതിലും വളരെ ആഴത്തിലുള്ള ഒന്നാണ്. ഒരു അസ്തിത്വപരമായ വിപ്ലവം, ഒരു ഉണർവ്, നിങ്ങൾക്ക് സമയമില്ല എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ്. നിങ്ങൾ തന്നെയാണ് സമയം. ജീവനോടെ ഇരിക്കുന്നതിന്റെ അനുഭവത്തിൽ സെക്കൻഡ് തോറും വികസിക്കുന്ന ബോധം. കാൾ യൂങ് തന്റെ കാലാതീതമായ ഉൾക്കാഴ്ചയോടെ നാം ഒരിക്കലും മറക്കരുതാത്ത ഒരു സത്യം നമുക്ക് അവശേഷിപ്പിച്ചു. ജീവിതം അളക്കുന്നത് വർഷങ്ങളിലല്ല, മറിച്ച് ആധികാരിക സാന്നിധ്യത്തിന്റെ നിമിഷങ്ങളിലാണ്. നിറവേറ്റപ്പെട്ട ജീവിതത്തെ നിർവചിക്കുന്നത് സമയത്തിന്റെ അളവല്ല, ഓരോ നിമിഷത്തിലും നാം വസിക്കുന്ന അവബോധത്തിന്റെ ഗുണനേന്നിലാണ്. ഇത് മനസ്സിലാക്കുന്നത് എല്ലാം മാറ്റുന്നു. കാരണം നാം ജീവിക്കുന്ന ഓരോ നിമിഷവും നാം യഥാർത്ഥത്തിൽ ആരായിരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സമ്പൂർണ്ണ അവസരമായി മാറുന്നു. ഈ മാറ്റം നമ്മുടെ ബാഹ്യ സാഹചര്യങ്ങളുടെ ഒരു സമ്പൂർണ്ണ പരിവർത്തനം ആവശ്യപ്പെടുന്നില്ല. അതാവശ്യപ്പെടുന്നത് ലോകത്ത് നാം സന്നിഹിതരാകുന്ന രീതിയിലുള്ള ഒരു ഗഹനമായ മാറ്റമാണ്. ശ്രദ്ധ തെറ്റിക്കലിൽ നിന്ന് ഏകാഗ്രതയിലേക്ക്, ജീവിതം മാറ്റിവെക്കുന്നതിൽ നിന്ന് യഥാർത്ഥത്തിൽ ജീവിക്കുന്നതിലേക്ക്, ഉത്കണ്ഠയിൽ നിന്ന് നാം ഇതിനകം ആധികാരികമായി ജീവിക്കുന്നുവെന്നറിയുന്ന സമാധാനത്തിലേക്കുള്ള ഒരു നീക്കം. ഒരു നിമിഷം വരുന്നു, ഹ്രസ്വവും ക്ഷണികവും എന്നാൽ ആഴത്തിൽ പരിവർത്തനാത്മകവും, മിഥ്യയുടെ മൂടുപടം ഉയർത്തപ്പെടുമ്പോൾ. ആ മിഥ്യയാണ് ഒരിക്കൽ എന്നതിലുള്ള വിശ്വാസം. ഒരിക്കൽ കാര്യങ്ങൾ തികഞ്ഞതാകുമ്പോൾ, ഒരിക്കൽ എനിക്ക് തയ്യാറാകുമ്പോൾ, ഒരിക്കൽ ജീവിതം കൃത്യമായി യോജിക്കുമ്പോൾ. എന്നാൽ ഇതാ സാമൂലമായ സത്യം: ഒരിക്കൽ എന്നൊന്നില്ല. അത് നാം മുറുകെ പിടിക്കുന്ന ഒരു മിഥ്യയാണ്. സമയത്തിന്റെ ഇടനാഴികളിലൂടെ നാം പിന്തുടരുന്ന ഒരു പ്രേതം. ആ അനന്തമായ അന്വേഷണത്തിൽ ശരിക്കും നമ്മുടേതായ ഒരേയൊരു കാര്യം നാം അവഗണിക്കുന്നു: ഇപ്പോഴത്തെ ഈ നിമിഷം. ഈ പെട്ടെന്നുള്ള ഉണർവ്
എത്ര ചെറുതാണെങ്കിലും ആ മിഥ്യയുടെ അദൃശ്യമായ ചങ്ങലകളെ തകർക്കുന്നു. അത് തികഞ്ഞ ഭാവിയുടെ ഫാന്റസിയെ കീറിമുറിക്കുകയും നമുക്ക് നൽകിയിരിക്കുന്ന യഥാർത്ഥ സമ്മാനവുമായി നമ്മെ മുഖാമുഖം കൊണ്ടുവരുന്നു, വർത്തമാനത്തെ. അതെ, ഈ നിമിഷം തന്നെ, അപൂർണവും പരുക്കനും പരിമിതികളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞതും. ജീവിതം യഥാർത്ഥത്തിൽ അനാവരണം ചെയ്യുന്ന ഏക ഫലഭൂഷ്ടമായ നിലമാണ്. ഒരാത്മാവിന് അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വിമോചന സത്യമാണത്. കാൾ യുങ് പലപ്പോഴും സ്വയത്തിലേക്ക്, സമ്പൂർണതയിലേക്ക്, സംയോജനത്തിലേക്ക് മടങ്ങാനുള്ള മനസ്സിന്റെ ആഴമായ ആഗ്രഹത്തെക്കുറിച്ച് സംസാരിച്ചു. സ്വയത്തിലേക്കുള്ള പാത ഏതോ വിദൂരഭാവിയിലല്ല, അത് ഇവിടെ ഇപ്പോൾ ആരംഭിക്കുന്നു. നാം എങ്ങനെ ശ്വസിക്കുന്നു, എങ്ങനെ കേൾക്കുന്നു, ഓരോ ശ്വാസത്തിനും, ഓരോ വാക്കിനും, ഓരോ ചുവടിനും പൂർണ്ണമായി ഹാജരാകാൻ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നതിൽ. നാം സമയത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ, മെച്ചപ്പെട്ട എന്തിനോടുള്ള ഒരു രേഖീയ പാതയായിട്ടല്ല, മറിച്ച് അസ്തിത്വത്തിനുള്ള ഒരു പവിത്ര പാത്രമായി, നാം എത്ര സമയമുണ്ട് എന്നതിനനുസരിച്ച് ജീവിതത്തെ അളക്കുന്നത് നിർത്തുകയും നമുക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ നാം എത്ര ആഴത്തിൽ വസിക്കുന്നു എന്നതിനെ വിലമതിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അർത്ഥം ഭാവിയിൽ വസിക്കുന്നില്ല. അത് ഒരു തികഞ്ഞ ജോലിയിലോ വിദൂര ലക്ഷ്യത്തിലോ നമ്മുടെ ഒരു പുതിയ പതിപ്പിലോ നമ്മെ കാത്തിരിക്കുന്നില്ല. അത് ഈ കൃത്യമായ സെക്കൻഡിന്റെ ഘടനയിൽ നെയ്തെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഏതാണ്ട് നഷ്ടപ്പെട്ട പുഞ്ചിരിയിലാണത്. നിങ്ങൾ തിടുക്കത്തിൽ കടന്നുപോകുന്ന നിശബ്ദതയിലാണത്. നിങ്ങൾ അവഗണിച്ച നിശ്ചലതയിലാണത്. സന്തോഷത്തിന് കൂടുതൽ സമയം ആവശ്യമില്ല. സ്നേഹം നമ്മോട് കാത്തിരിക്കാൻ ആവശ്യപ്പെടുന്നില്ല. ഉദ്ദേശ്യം ഒരവസാന തീയതിയുമായി വരുന്നില്ല. നിങ്ങൾ തേടുന്നതെല്ലാം ഇതകം ഇവിടെയുണ്ട്, ഇപ്പോൾ എന്നതിന്റെ ഘടനയ്ക്കുള്ളിൽ. ഈ തിരിച്ചറിവ് നാം വളരുന്നതോ പരിശ്രമിക്കുന്നതോ അവസാനിപ്പിക്കുന്നു എന്നർത്ഥമാക്കുന്നില്ല. ഇത് നമ്മുടെ ആന്തരിക പ്രവർത്തനത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നില്ല. നേരെ വിപരീതമായി, ഇതൊരു ആഴമായ യാത്രയുടെ തുടക്കമാണ്. സാന്നിധ്യത്തിലേക്കും അവബോധത്തിലേക്കും നിമിഷത്തിൽ യഥാർത്ഥത്തിൽ വസിക്കുന്ന എന്ന പവിത്ര കലയിലേക്കുമുള്ള യാത്ര. ഒരു പടവുകല്ലായിട്ടല്ല, ലക്ഷ്യസ്ഥാനമായി തന്നെ. ഓരോ ദിവസവും ഒരു സമ്പൂർണ്ണ ജീവിതകാലം പോലെ ജീവിക്കാൻ നാം തുടങ്ങുമ്പോൾ എന്തോ ആഴത്തിലുള്ള മാറ്റം സംഭവിക്കുന്നു. നാം അതിജീവിക്കുന്നത് നിർത്തി അനുഭവിക്കാൻ തുടങ്ങുന്നു. യാഥാർത്ഥ്യമായി തോന്നുന്ന ഒരു ഭാവിക്കായി പ്രതീക്ഷിക്കുന്നത് നിർത്തി, യാഥാർത്ഥ്യം ഇതിനകം ഇവിടെയുണ്ടെന്നും ആലിംഗനം ചെയ്യപ്പെടാൻ കാത്തിരിക്കുകയാണെന്നും തിരിച്ചറിയാൻ തുടങ്ങുന്നു. കാരണം നമ്മുടെ കഥ അവസാനത്തോടടുക്കുമ്പോൾ, അധ്യായങ്ങൾ അടയാൻ തുടങ്ങുകയും അവസാന വരികൾ എഴുതപ്പെടുകയും ചെയ്യുമ്പോൾ എന്തവശേഷിക്കും? നമുക്കെത്ര സമയമുണ്ടായിരുന്നു എന്നല്ല, മറിച്ച് അതിനുള്ളിൽ നാം എത്ര പൂർണ്ണമായി ജീവിച്ചു എന്നതാണ്. നാം ഇവിടെ എത്ര നാളുണ്ടായിരുന്നു എന്നല്ല, മറിച്ച് നമ്മെ തന്നെ അനുഭവിക്കാനും ബന്ധപ്പെടാനും ആയിരിക്കാനും നാം എത്ര ആഴത്തിൽ അനുഭവിച്ചു എന്നതാണ്. സമയമുണ്ടായിരിക്കുക എന്നതും സമയത്തിൽ വസിക്കുക എന്നതും തമ്മിലുള്ള ഇടത്തിലാണ് യഥാർത്ഥത്തിൽ ജീവിച്ച ജീവിതത്തിന്റെ ജ്ഞാനം സ്ഥിതി ചെയ്യുന്നത്. സ്വയം ചോദിക്കുക, അവസാനമായി എപ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണമായും സന്നിഹിതരായി തോന്നിയത്? നിങ്ങൾ പൂർണ്ണമായും അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ലോകം മന്ദഗതിയിലാകുന്നത് എപ്പോഴാണ്? നാളെയെക്കുറിച്ച് ചിന്തിക്കാതെ, ഇന്നല്ലനെക്കുറിച്ച് ഖേദിക്കാതെ, വെറുതെ ഇവിടെ ഇപ്പോൾ പൂർണ്ണമായി മുഴുകിയിരിക്കുമ്പോൾ. ആ നിമിഷം എത്ര ഹ്രസ്വമാണെങ്കിലും പവിത്രമായിരുന്നു. അത് ശാശ്വതമായ എന്തിൻ്റെയോ താക്കോൽ കൈവശം വയ്ക്കുന്നു. സമയം വികസിക്കുന്നതിൻ്റെയും ശുദ്ധമായ സാന്നിധ്യത്തിൻ്റെയും അത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പങ്കിടാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. മറ്റാരെങ്കിലും നിങ്ങളുടെ കഥ വായിച്ചേക്കാം, അവരുടേതായി തിരിച്ചറിയും. നിങ്ങളുടെ വാക്കുകൾ ഒരു കണ്ണാടിയായി മാറിയേക്കാം. അതിലൂടെ ആർക്കെങ്കിലും അവരുടെ ജീവിതം കൂടുതൽ വ്യക്തമായി കാണേണ്ടതുണ്ട്. പങ്കിട്ട സാന്നിധ്യത്തിന്റെ രോഗശാന്തി ശക്തിയെ ഒരിക്കലും കുറച്ചു കാണരുത്. ഈ സന്ദേശം നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഇളക്കിവിട്ടിട്ടുണ്ടെങ്കിൽ, എന്തോ സൂക്ഷ്മവും നിശബ്ദവും എന്നാൽ നിഷേധിക്കാനാകാത്ത വിധം ജീവനുള്ളതും, അത് നിങ്ങളുടെ അടുത്ത് സൂക്ഷിക്കരുത്. ആഴത്തിൽ എപ്പോഴും അറിയാവുന്ന സത്യം ഓർക്കേണ്ട ആരെങ്കിലുമായി അത് പങ്കിടുക. ഈ നിമിഷം മതിയെന്ന്, അവർ മതിയവ്. അതിന്റെ എല്ലാ അപൂർണതകളിലും ജീവിതം ഇപ്പോഴും പവിത്രമായ നിലമാണെന്ന്. നിങ്ങളിത് കേൾക്കുമ്പോൾ ഞാൻ എവിടെയായിരുന്നാലും എന്റെ ഹൃദയം കൊണ്ടും ആത്മാവുകൊണ്ടും ഞാൻ നന്ദിയുള്ളവനായിരിക്കുമെന്ന് അറിയുക. സാന്നിധ്യത്തിൽ നാം വാഗ്ദാനം ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഏതെങ്കിലും നിഗൂഢവും പ്രകാശമാനവുമായ രൂപത്തിൽ നമ്മിലേക്ക് തിരികെ വരുന്നു എന്നും അറിയുക. ജീവിതത്തിന് നാം അതിന് നൽകുന്നത് പ്രതിധ്വനിപ്പിക്കാനുള്ള ഒരു മാർഗമുണ്ട്, പ്രത്യേകിച്ചും നാം സത്യത്തിന്റെ സ്ഥലത്ത് നിന്ന് നൽകുമ്പോൾ. അടുത്ത വീഡിയോ കാൾ യുങ്ങിന്റെ ഭയപ്പെടുത്തലുകളിലേക്കും ചിന്തങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും നമ്മിൽ ഓരോരുത്തർക്കും ഉള്ളിൽ ജീവിക്കുന്ന മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിലേക്കും ആഴത്തിൽ മുങ്ങുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഓണാക്കുക. അടുത്തത് വരുന്നത് മിസ് ചെയ്യരുത്. ഇവ വെറും പഠിപ്പിക്കലുകളല്ല, ഉണരാനുള്ള, മടങ്ങിവരാനുള്ള, ശബ്ദായമാനത്തിന് താഴെ നിങ്ങൾ ആരാണെന്ന് ഓർക്കാനുള്ള ക്ഷണങ്ങളാണിവ. പോകുന്നതിനു മുമ്പ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കെന്തു തോന്നി?
സമീപകാലത്തായി നിങ്ങൾ എവിടെയാണ് സമാധാനത്തിനായി അന്വേഷിക്കുന്നത്? നിങ്ങളുടെ ഉത്തരം പ്രധാനമാണ്. അത് ശരിക്കും പ്രധാനമാണ്. നിങ്ങൾ പ്രധാനമാണ്. ഈ യാത്രയിൽ നിങ്ങളുടെ സാന്നിധ്യം എല്ലാ മാറ്റങ്ങളും വരുത്തുന്നു. നാം ഇതിലൊറ്റയ്ക്കല്ല. നാം ഈ ആന്തരിക പാത ഒരുമിച്ച് നടക്കുന്നു, ഒരു നിമിഷം ഒന്നിനു പുറകെ ഒന്നായി. എന്നെ വിശ്വസിക്കൂ, ഇത് തുടക്കം മാത്രമാണ്. ഉടൻ കാണാം.